നമ്മളെ മക്കൾ അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടതാണോ? ഹലോ ഹായ് ഡിയേഴ്സ്, ഇപ്പം നല്ലൊരു അടിപൊളി സർപ്രൈസ് വീഡിയോ ആണ്. അപ്പോൾ ഷംനാസിന് ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഗിഫ്റ്റ് കൊടുക്കുമല്ലേ. എനിക്ക് ഗിഫ്റ്റ് കിട്ടാറില്ല, ഞാൻ അധികാർക്കും കൊടുക്കാറില്ല. അങ്ങനെ ഗിഫ്റ്റൊക്കെ നമ്മളിവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അവൻ്റെ കണ്ണ് പൊത്തിപ്പിടിച്ചപ്പോൾ എന്നോട് എനിക്കൊരു തുള്ളി കണ്ണാണല്ല, നിങ്ങൾ എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി തള്ളിയിടുമെന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ അവന് നമ്മൾ കൊടുക്കാൻ വിചാരിച്ചിട്ടുള്ള ഗിഫ്റ്റ് അവനക്ക് വേണ്ടി ഒറ്റ പൈസ ചിലവാക്കണ പോലും അവനക്ക് ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ എനിക്കും മക്കൾക്കും എന്ത് വേണമെങ്കിലും വാങ്ങിക്കാം, എത്ര കാശ് വേണമെങ്കിലും ചിലവാക്കാം. അപ്പോൾ ഞാൻ കുറേ കാശൊക്കെ നമ്മളെവിടെയെങ്കിലുമൊക്കെ പർച്ചേസിനൊക്കെ പോയി കുറേ കാശ് സ്വാഭാവികമായിട്ട് നമ്മളേന്ന് പോകുമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ എത്രയും ചിലവോ, അയ്യോ കഷ്ടമായി പോയി എന്നൊക്കെ പറയും. അത് സാരമില്ല, നിങ്ങൾക്ക് ആവശ്യമുള്ളതല്ലേ, ആവശ്യമുള്ളതൊക്കെ വാങ്ങിക്കണമല്ലോ, ചിലവാക്കണം എന്ന് പറയും കേട്ടോ. പക്ഷെ അവനക്ക് വേണ്ടി അവനൊന്നും ചിലവാക്കില്ല. അപ്പോൾ അവനക്ക് ഇഷ്ടപ്പെട്ട ഒരു ബൈക്ക് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വെച്ചു. ഈ ഒരു ലൈഫിൽ ഒരുപാട് പേര് വേദനിപ്പിച്ചിട്ടുണ്ട്. ചതിക്കുകയാണെന്ന് അറിഞ്ഞിട്ടും ഒരിക്കൽ പോലും പകരം ചോദിക്കാൻ തോന്നിയിട്ടില്ല. ഉള്ള പൊള്ളിക്കുന്ന വേദനയാണ്. ഈ ഒരു വേദന തന്നത് നമുക്ക് അത്രമേൽ പ്രിയപ്പെട്ടവരാണെങ്കിൽ നമുക്കത് സഹിക്കാൻ പറ്റത്തില്ല. അവിടെയും മൗനം അനിവാര്യമാണ്. മൗനം വിഡ്ഢിക്കും വിദ്വാനും ഭൂഷണം എന്ന് പഴമക്കാർ പറയാറില്ലേ, അതുപോലെ. അന്നൊക്കെ അവൻ വളരെ കുഞ്ഞായിരുന്നു. പക്ഷെ തിരിച്ചറിവ് വന്ന അന്ന് മുതലും കുടുംബത്തിന് വേണ്ടി, കൂടപ്പിറപ്പിങ്ങൾക്ക് വേണ്ടി അവൻ ജീവിച്ചേട്ടോ. അവനിക്ക് അവൻ്റേതായ യാതൊരു ഇഷ്ടങ്ങളും ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. അവൻ എന്നോട് ഒരു ഇഷ്ടവും പറയാറുമില്ല. അന്ന് വേദനിപ്പിച്ച പലരും ഇന്ന് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. മാപ്പ് പറഞ്ഞു എന്ന് വെച്ച് നമുക്ക് അവർക്ക് ബാല്യകാലത്തിൽ നഷ്ടപ്പെട്ട പല ഇഷ്ടങ്ങളും പല സന്തോഷങ്ങളും ഒന്നും നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. സമപ്രായക്കാരൊക്കെ കളിച്ച് നടക്കുന്ന ആ ഒരു ടൈമിലും അവൻ കുടുംബത്തിന് വേണ്ടി, കൂടപ്പിറപ്പിങ്ങൾക്ക് വേണ്ടി ജീവിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഒരു ബാല്യകാലത്തിലെ സന്തോഷങ്ങളൊന്നും കൊടുക്കാൻ ഇനി ഒരിക്കലും നമുക്ക് പറ്റത്തില്ല. പക്ഷെ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇപ്പം ചിലരെങ്കിലുമൊക്കെ ചിന്തിക്കും, നീ ഇപ്പം അതിന് മാത്രമൊക്കെ വലുതായോ എന്ന്. ഒരിക്കലുമില്ല. ഒരു ബന്ധങ്ങളുടെ വിജയം എന്ന് പറയുന്നത് അത് നമ്മളെ ഉമ്മയാണെന്നോ അല്ലെങ്കിൽ നമ്മളെ ഹസ്ബൻഡാണെന്നോ അല്ലെങ്കിൽ നമ്മളെ മക്കളാണെന്നോ നമ്മളെ അനിയനാണോ എന്നതിലല്ല. ബന്ധങ്ങളുടെ വിജയം എന്ന് പറയുന്നത് ഒരു വീട്ടിൽ താമസിക്കുന്നതിലല്ല, പരസ്പരം മനസ്സിലാക്കി അറിഞ്ഞ് ഉൾക്കൊണ്ട് നമ്മളെ പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്നതിലും കൂടിയാണ്. കള്ളം പറയാമല്ലോ കേട്ടോ. എന്നെ ഇപ്പോൾ പരിചയമുള്ള കുറച്ച് പേരെങ്കിലുമൊക്കെ പറയും, എൻ്റെ മക്കൾക്ക് ഭയങ്കര ഭാഗ്യമാണ്, അവർക്ക് ഇത്രയും ചെറുപ്പത്തിൽ തന്നെ ബൈക്കും കാറും അത്യാവശ്യം ക്യാഷും എല്ലാം ഉണ്ടല്ലോ, അവർ ഭയങ്കര ഭാഗ്യമാണെന്ന് പറയും കേട്ടോ. പക്ഷെ അവരൊരു എന്താ പറയുക, അവരൊരു ബാല്യകാലം അത് പലർക്കും അറിയില്ല. ഒരുപാട് കഷ്ടപ്പെട്ടൊരു ബാല്യകാലം അവർക്കുണ്ട്. അപ്പോൾ ഇനി അവരങ്ങനെ ഒന്നും കഷ്ടപ്പെടരുത്. നമ്മളെ മക്കളായി ജനിച്ചു എന്ന് വെച്ച് നമ്മളെ മക്കൾ അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടതാണോ? ഒരിക്കലും അല്ല. ഇനിയിപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഒന്നുകൂടിയും പറയാവേ, ഷിനു ആയാലും മോളായാലും നിച്ചു ആയാലും പറ്റുന്ന പോലെ എല്ലാവരും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നിച്ചു ഇപ്പോൾ ഒന്നിനും പറ്റില്ല, എന്നാലും അവന് സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ നമ്മളോട് പാക്ക് ചെയ്യാനൊക്കെ നമ്മളോട് കൂടും കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഒരു സന്തോഷത്തിനൊരു കുഞ്ഞ് കേക്ക് കട്ട് ചെയ്യാവേ. അപ്പോൾ ഈ ഒരു കുഞ്ഞ് കേക്ക് അതിൻ്റെ രഹസ്യം പറയട്ടെ. എനിക്ക് മധുരം അല്ലാതെ പറ്റില്ല, ഷിനു മധുരം കഴിക്കില്ല. അപ്പോൾ പിന്നെ വലിയ കേക്ക് വാങ്ങിച്ചാൽ ഫുള്ള് ബാക്കിയായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് പരിപാടിക്കും, ഇപ്പോൾ നമ്മളാകെ 3-4 പേരല്ലേ ഉള്ളൂ, അപ്പോൾ ഒരു കുഞ്ഞ് കേക്കിൽ അങ്ങ് ഒതുക്കും. ബൈക്ക് നമ്മൾ ഗിഫ്റ്റായി കൊടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. ബൈക്ക് യാത്ര എപ്പോഴും റിസ്ക്കാണ്. കാരണം ഇവർ ബൈക്ക് വെച്ചിട്ട് ഷിനു ആയാലും ഷംനാസ് ആയാലും പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരുന്നവരെ വല്ലാത്തൊരു ആദ്യം ബേജാറുമാണ് കേട്ടോ. കാരണം അത് നമ്മൾ അമ്മമാർക്ക് മാത്രം പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു ഫീലാണ്. ബൈക്കൊക്കെ നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കണമെങ്കിൽ പോലും പല ലോങ്ങും പോയിട്ട് തിരിച്ചു വരാനെങ്ങാനും വൈകിയ നെഞ്ചിൽ ഫുള്ള് തീയായിരിക്കും കേട്ടോ. കാരണം അബദ്ധവശാൽ ഈ ഫോണെങ്ങാനും സ്വിച്ച് ഓഫ് ആവുകയോ ഫോണെങ്ങാനും എടുക്കാണ്ടിരിക്കുകയോ ചെയ്താൽ ഈ ജില്ല ഫുള്ള് ഞാൻ അറിയിപ്പിക്കും, എത്തിയിട്ടില്ല, ഫോൺ എടുക്കണില്ല എന്നുള്ള ബേജാറ് കിട്ടും. ഇതിനൊക്കെ പുറമെ മഴയായാലും വെയിലായാലും ഏത് പാതിരാത്രി ആയാലും ഫോൺ എടുക്കാണ്ടിരിക്കെ എത്താൻ വൈകിയേ ചെയ്താൽ ഒട്ടും ആലോചിച്ച് നോക്കില്ല. കുറച്ച് സമയമൊക്കെ അവിടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹാളിൽ കൂടെ ഒക്കെ നടക്കും. അത് കഴിഞ്ഞ് നേരെ വണ്ടി കയറി നേരെ തിരഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ട് തന്നെ അവർ കുറച്ച് ലോങ്ങൊക്കെ പോയിക്കുകയാണെങ്കിൽ പലപ്പോഴും പറയും ഫോൺ സ്വിച്ച് ഓഫ് ആവട്ടോ, നിങ്ങൾ പേടിക്കരുത്, ഫോൺ സ്വിച്ച് ഓഫ് ആവുമെന്ന് പറയും. പക്ഷേ പറഞ്ഞാലും കുറച്ച് സമയം, കറക്റ്റ് സമയം ഞാൻ അവിടെ നിങ്ങളുടെ എത്താനുള്ള കറക്റ്റ് സമയം ഞാൻ കണക്കൂട്ടി വെക്കും. അത് കഴിഞ്ഞിട്ട് വന്നിട്ടില്ലെങ്കിൽ വല്ലാത്തൊരു പേടിയും ബേജാറുമാണ് കേട്ടോ. പിന്നെ ഒട്ടും താമസിക്കില്ല, ഞാൻ തിരഞ്ഞങ്ങ് പോകും. ഇതിനൊക്കെ പുറമെ എനിക്കറിയണ എല്ലാവരോടും ഞാൻ വിളിച്ച് ചോദിക്കും, അവനെ കണ്ടിരുന്നോ ചോദിക്കട്ടോ, ഒന്ന് അന്വേഷിക്കുമോ ചോദിക്കും. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ മക്കൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർ പറയും, ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചു വരൂലേ, നിങ്ങൾ എന്തിനങ്ങനെ പേടിച്ച് നാട്ടുകാരെ മുഴുവൻ അറിയിപ്പിക്കണേന്ന് ചോദിച്ച് ചീത്ത പറയൂ കേട്ടോ. പക്ഷെ നമ്മൾ ഉമ്മമാരൊരു ബേജാറും സങ്കടമൊക്കെ വിഷമമൊക്കെ നമുക്കല്ലേ അറിയുള്ളൂ. അങ്ങനെ മധുരം ഇഷ്ടമുള്ള ആൾക്കാരും മധുരം ഇഷ്ടപ്പെടാത്ത ആൾക്കാരും എല്ലാവരും ഓരോ പീസ് കേക്കൊക്കെ കഴിച്ചു. പിന്നെ കുഞ്ഞു കേക്കായത് തന്നെ അധികമൊന്നും ബാലൻസ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ പ്രാർത്ഥനയോട് കൂടി ഇനിയുള്ള എല്ലാ യാത്രകളും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ഒരു ചാവി ഞാൻ അവന് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവനക്കൊരു ആഗ്രഹം, ഫസ്റ്റ് അവൻ വണ്ടി എടുക്കുമ്പോൾ ഞാൻ അവൻ്റെ ബാക്കിലിരിക്കണം, എന്നിട്ട് നമ്മൾ കുറച്ച് ദൂരം ഇങ്ങനെ കറങ്ങി വരണം എന്നൊക്കെ അവനക്കൊരാഗ്രഹം. പിന്നെ ഒട്ടും മടിച്ചില്ല, ഞാനങ്ങ് കയറി. പിന്നെ നമ്മൾ വന്ന വഴി മറക്കാൻ പാടില്ലല്ലോ. നമ്മൾ ആദ്യകാലങ്ങളിലൊക്കെ നമ്മൾ പർച്ചേസ് ഇങ്ങനെ കിലോമീറ്ററോളമുള്ള പർച്ചേസൊക്കെ ഫുള്ളായിട്ട് നമ്മൾ സ്കൂട്ടിയിലും ബൈക്കിലും ആയിരുന്നു കേട്ടോ പോയിരുന്നത്. പിന്നെ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ടൂർ പോകാനൊക്കെ ഇഷ്ടമുണ്ടാകുമ്പോൾ നമുക്ക് അങ്ങനെ വണ്ടിയൊന്നും ഇല്ലാത്തൊരു സമയത്തൊക്കെ നമ്മൾ സ്കൂട്ടിയിലൊക്കെ ആയിരുന്നു കേട്ടോ ടൂർ പോയിരുന്നൊക്കെ. നമ്മൾ 3-6 വരെ സ്കൂട്ടിയിൽ ടൂർ പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഞാനിപ്പോൾ അങ്ങനെ ബൈക്കിലൊന്നും പോകാറില്ല കേട്ടോ. ഈ കേരളമൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും വളരെ ലോങ് പോവാണ്, ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ കേട്ടോ. അങ്ങനെ ഒന്നുമില്ല. നമ്മൾ ഈ ഒരു കുഞ്ഞു റോഡ് മാത്രം ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടേ ഉള്ളൂ. നമ്മൾ മെയിൻ റോഡിലേക്ക് പോലും പോയിട്ടില്ല കേട്ടോ. കാരണം എനിക്ക് കുറച്ച് ബിസിയാണ്, അതുകൊണ്ട് പോകാൻ ടൈമില്ലാത്ത കാരണമാണ്.
നമ്മളൊരു ജീവിത സാഹചര്യങ്ങൾ വളരെ മോശമായത് കാരണം തന്നെ അവൻ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ടേ നമ്മളെ കൂടെ നിന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്ത് നമ്മളെ കുടുംബത്തിന് വേണ്ടി കൂടപ്പിറപ്പിങ്ങൾക്ക് വേണ്ടി ജീവിച്ചിട്ടുണ്ട്. അപ്പോൾ അവനക്കൊരു സന്തോഷം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുത്തത്. അങ്ങനെ നമ്മളിതാ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് കേട്ടോ. ദാ വന്നു, ദേ പോയി, അത്രയേ ഉള്ളൂ കേട്ടോ. യാത്ര ഒരുപാട് യാത്രയൊന്നുമില്ല, അതങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള യാത്രകൾ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ആവട്ടെ എന്നുള്ളൊരുക്കി പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൻ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ